കർമ്മങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറെ വൈകാതെ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. വലിയ പുരുഷാരം തന്നെയാണ് ഇപ്പോൾ റോഡിന് പുറത്തുമെല്ലാം തന്നെ കൂടിയിരിക്കുന്നത്. സജിത്ത്, ഡാനി സൂചിപ്പിക്കുന്നത് പോലെ അവിടെ മടങ്ങി അവിടെ ഇപ്പോഴുമുള്ള ആൾക്കൂട്ടം ശ്രീനിവാസന് വിട ചൊല്ലാൻ ഇനിയും ഒന്ന് കാണാൻ കാത്തു നിൽക്കുന്നവരുടെ എണ്ണമാണ്. പലരെയും അവിടുന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. കാരണം മൃതദേഹം അവിടുന്ന് എടുക്കണം. അതിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകണം. അതിന് ഇപ്പം മൃതദേഹം ഉള്ള സ്ഥലത്ത് തന്നെ വെച്ച് അവിടെ തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു വശത്ത് ചിത ഒരുങ്ങിയിരിക്കുകയാണ്. കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ശ്രീനിവാസൻ സംസ്കരിക്കുന്നത്. സിനിമാ ലോകത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വന്നു പോകുന്നുണ്ട്. കാത്തിരിക്കുകയാണ് എല്ലാവരും. രാവിലെ മുതൽ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് ആളുകളുടെ നീണ്ട നിരയാണ്. സിനിമാ ലോകത്ത് നിന്ന് തന്നെയുള്ളവർ. അനുസ്മരിക്കുന്നവരെല്ലാം വികാര വായ്പകളുമായി ശ്രീനിവാസൻ ബാക്കിയാക്കുന്ന ശ്രീനിയുടെ ലോകം പങ്കുവെച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഇനിയും എത്രയോ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും പുറത്തു വരേണ്ട വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. ഹാസ്യത്തെ എത്ര രസകരമായി അനുഭവിപ്പിക്കുന്ന, സംസാരത്തിൽ പോലും പൊടുന്തനെ ഹാസ്യം കടന്നു വരുന്ന ഒരു വ്യക്തി വേറെയൊന്നുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ജഗദീഷ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന മറ്റു പലരും അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി കേൾക്കാം ജഗദീഷിൻ്റെ. എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അല്ല, ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ, മക്കളുടെ കൂടെയും ചെയ്തിട്ടുണ്ട് സിനിമ. നിങ്ങൾക്കൊരു പാഠപുസ്തകമല്ലേ? അയ്യോ, എല്ലാവർക്കും ഒരു പാഠപുസ്തകമല്ലേ. നമ്മളിവിടെ അഭിനയിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ കിട്ടും. വെറുതെ അഭിനയിക്കണം മാത്രമല്ല, ഒരുപാട് അറിവുകൾ കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് അഭിനയിച്ചത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലി അല്ലേ? നമുക്കൊക്കെ എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് തന്നിരുന്ന ഒരാളാണ്. കാരണം നമ്മളെപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും അതുപോലെ കറുത്ത ആൾക്കാർക്കും ഒക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ അതൊരു ഒരേ രീതിയിൽ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് സിനിമയിൽ എന്നെല്ലാം തന്നെ കാണിച്ചു തരികയും. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. കൂടെ ഇരിക്കാനും ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് പഴയ കാര്യങ്ങൾ, അത് ചെറിയ നടനായാലും വലിയ നടനായാലും ഒക്കെ ഒരേപോലെ പെരുമാറുന്ന ഒരാളാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു സന്തോഷവും പിന്നെ നമുക്കൊരു അറിവുമാണത്. തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട്. ഏകദേശം ഒരു 40 വർഷത്തെ ഹൃദയബന്ധം ശ്രീനിയേട്ടനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയില്ല. അതൊരു തീരാ നഷ്ടം തന്നെയാണ്. പിന്നെ ശ്രീനിയേട്ടൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലെ പല സിനിമകളും തിരക്കഥ പൂർത്തിയാക്കിയിട്ടല്ല തുടങ്ങിയിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ജനറേറ്റർ, നല്ല ശബ്ദമുള്ളൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്തൊരു കസേരയും ഒരു ടീപ്പോയും കൊടുത്ത് പേപ്പറും പേനയും കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കും. ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് എഴുതി പേപ്പറുകളിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കും. അതായിരുന്നു ആ സിനിമകളൊക്കെ നമ്മൾ എന്നും മനസ്സിലോർക്കുന്ന സിനിമകളുമാണ്. ഒരുപാട് പറയുന്നില്ല, ഇത് വളരെ
വാക്കാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ലോസാണ്. ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മൾ ലെജൻസൊക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മളവരെ ഓർക്കാറുള്ളത്. പക്ഷേ ശ്രീനി സാറിനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ, ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു. ഒരുപാട് നന്ദി പറഞ്ഞു. ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ. സോ ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ, ബട്ട് ഐ ഹോപ്പ് ഹി റെസ്റ്റ്സ് ഇൻ പീസ്. താങ്ക് യു. വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ രേഖപ്പെടുത്താൻ കഴിയാത്ത ദുഃഖഭാരത്തോടുകൂടിയാണ് നോക്കി. വ്യക്തിപരമായി ഏറെ ബന്ധമുള്ള നാട്ടുകാരൻ കൂടിയാണ്. എൻ്റെ പിതാവിൻ്റെ ചരമവാർഷികാചരണ പരിപാടി 3 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെത്തിയത് ശ്രീനിവാസൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും നാട്ടുകാർ പറയും, ഓർമ്മിക്കും. അങ്ങനെ വ്യക്തിപരമായിട്ട് കൂടി ഏറെ ബന്ധമുള്ള ഒരു മഹിതമായ വ്യക്തി. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ. വ്യക്തിപരമായി നമ്മളോടൊക്കെ വളരെയേറെ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. തീർച്ചയായും കേരളത്തിനൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി ഒരു ശ്രീനിവാസൻ എന്നുണ്ടാകും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. മലയാളത്തിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വ്യക്തിയാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പല വാചകങ്ങളും ഒക്കെ നമ്മളെല്ലാവരും പ്രസംഗങ്ങളിലും സ്വാഭാവികമായ നമ്മുടെ വർത്തമാനത്തിനിടയിലൊക്കെ വരുന്ന ഒന്നാണ്. അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളും വാക്കുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ മലയാളിയും എപ്പോഴും ഒരു ചിരിയോടുകൂടി മാത്രം ഓർക്കുന്ന ഒരാൾ, എല്ലാ മലയാളിയുടെയും ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയും നർമ്മത്തോടെയും ഗൗരവത്തോടുകൂടിയും എടുക്കുന്നവരാണ് എല്ലാവരും. അദ്ദേഹമാണ് വിട്ടുപോയത്. എല്ലാ മലയാളിക്കും ഉള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നൊരാൾ പോയതുപോലെയാണ്, ഏറ്റവും അടുത്തൊരാൾ പോയതുപോലെയാണ്. എത്രമാത്രം മലയാളിയുടെ ചിന്തകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എഴുത്തിലൂടെ ഭയങ്കര സറ്റേറിക്കലായി സാമൂഹ്യ വിമർശനം നടത്തുകയും രാഷ്ട്രീയ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഒരുപാട് ആലോചിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക്